കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡരികിലെല്ലാം ഒരു ഫ്ലക്സ് ബോർഡ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ മുക്കിലും മൂലയിലും ഈ ഫ്ലക്സുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഒന്നിച്ചു മുന്നേറാം നവകേരളത്തിനായി, അതാണ് അതിൻ്റെ ടാഗ് ലൈൻ. കാസർഗോഡ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ്, തലപ്പാടി ചെക്ക് പോസ്റ്റ് മുതൽ കളിയിക്കാവിള ചെക്ക് പോസ്റ്റ് വരെയുള്ള കേരളത്തിൻ്റെ രണ്ട് അതിർത്തികൾ, ആ രണ്ട് അതിർത്തിക്കുള്ളിലും ഈ ആയിരക്കണക്കിന് ബോർഡുകളാണ് നിറഞ്ഞിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, 2026 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമാണ് ഒന്നിച്ചു മുന്നേറാം നവകേരളത്തിനായി. 10 വർഷമായി കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ 10 വർഷക്കാലം കൊണ്ട് കെട്ടിപ്പടുക്കാൻ കഴിയാത്ത എന്തു നവകേരളമാണ് ഇനി ഭരണം കിട്ടിയാൽ കെട്ടിപ്പടുക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യമാണ് കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർ ചോദിക്കുന്നത്. 10 വർഷക്കാലം കേരളത്തിനകത്ത് ഒരു നവകേരളവും കെട്ടിപ്പടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോടികൾ ചിലവഴിച്ച് പബ്ലിക് റിലേഷൻ വകുപ്പിനെ ഉപയോഗപ്പെടുത്തിയും സ്വകാര്യ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയും റീൽസും ചിത്രീകരിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും ഒരു സർക്കാരിന് എന്നതിൻ്റെ ഉത്തരമാണ് ഏറ്റവും കൂടിയാൽ 10 വർഷക്കാലമെന്ന് കേരളം ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഈ 10 വർഷക്കാലം കൊണ്ട് എടുത്തു പറയാൻ കഴിയുന്ന ഒരു വികസനവും കേരളത്തിൽ നടത്തിയിട്ടില്ല. നമുക്ക് റോഡുകളിൽ കാണാം, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് കേരളമെന്ന്. ഏത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലാണ് കേരളം നമ്പർ 1 ആകുന്നത്? പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകളെ മുഖത്തടിക്കുന്ന SI-മാരാണോ സ്ത്രീ സുരക്ഷ ഒരുക്കുന്നത്? മുഖ്യമന്ത്രി മറുപടി പറയണം. CPM-നകത്തെ ഒരു MLA, അതായത് കൊല്ലം MLA മുകേഷിനെതിരെ ലൈംഗിക പീഡന ആരോപണം വന്നപ്പോൾ ആ MLA-യെ സംരക്ഷിച്ചതാണോ CPM-ന്റെ സ്ത്രീ സംരക്ഷണം? ഏതാണെന്നറിയാൻ കേരളത്തിന് ആഗ്രഹമുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മൾ നമ്പർ 1 എന്നാണ് പറയുന്നത്. ശരിയാണ്, മാറി മാറി വന്ന സർക്കാരുകളുടെ ഫലമായി, അല്ലെങ്കിൽ ആ സർക്കാരുകൾ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഫലമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അല്പം മുന്നിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് ഈ 10 വർഷം ഭരിച്ച ഇടതു സർക്കാരിന്റെ മാത്രം മേന്മയല്ല. ഈ 10 വർഷക്കാലത്തെ ആരോഗ്യ മേഖല നമുക്ക് എടുത്തു പരിശോധിക്കാം. ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ, 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ ചികിത്സ നിഷേധിച്ച അദ്ദേഹത്തിന് ചികിത്സ കിട്ടാതെ, ശ്വാസം ലഭിക്കാതെ പിടഞ്ഞു വീണ് മരിക്കുന്നതിന് കേരളം സാക്ഷിയായി. പാലക്കാട്ട് 9 വയസ്സുകാരി പെൺകുട്ടി വിനോദിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കയ്യ് മുറിച്ചു മാറ്റുന്നതിന് കേരളം സാക്ഷിയായി. കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരണപ്പെടുന്നതിന് കേരളം സാക്ഷിയായി. കോഴിക്കോട്ടെ ഹർഷനി എന്ന് പറയുന്ന ചെറുപ്പക്കാരിയുടെ വയറിനകത്ത് കത്രിക വെച്ച് തുന്നിക്കെട്ടിയതിന് കേരളം സാക്ഷിയായി. എന്തിനേറെ പറയുന്നു, സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ പാരസെറ്റമോളും കാൽപോളും പോലും കിട്ടാതെ എല്ലാം പുറത്തു നിന്ന് പണം വാങ്ങി കുടിക്കേണ്ട ഗതികേടിലേക്ക് കേരളം എത്തി. ഇതാണോ കുട്ടിഘോഷിച്ച കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ വികസനം? മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എവിടെയാണ് കേരളത്തിൽ ലാഭത്തിലായത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായില്ല എന്ന് മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. പ്രതിപക്ഷത്തെ ഭയന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മേനി നടിക്കാനും വേണ്ടി മാത്രമാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടം സഹിച്ചും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ മേഖല ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെ, ആന കയറിയ പിഞ്ഞാണക്കട പോലെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലക്കകത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോരുന്ന സാഹചര്യം, എന്തിനേറെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അടക്കം സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ വഴി ചോരുന്നതിന് കേരളം സാക്ഷിയായി. ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി. കേരളത്തിലെ വിദ്യാർത്ഥികൾ ലോണെടുത്തും വീടും പറമ്പും വിറ്റും UK-യിലേക്കും കാനഡയിലേക്കും പഠിക്കാൻ പോകുന്നതിന് കേരളം സാക്ഷിയാവുകയാണ്. വിദേശ സർവകലാശാലകളെ അഭയം പ്രാപിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇതാണോ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേന്മ? പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിൽ ഏറെ കൊട്ടിഘോഷിച്ച, പരസ്യം കൊണ്ട്, PR വർക്ക് കൊണ്ട് തള്ളി മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് മന്ത്രി PR മുഹമ്മദ് റിയാസിന്റെ വകുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ ദേശീയപാത വികസനമല്ലാതെ പുതുതായി കേരളത്തിന്റെ മണ്ണിൽ എന്ത് വികസനമാണ് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം പറയാൻ കഴിയില്ല. ക്യാപ്സ്യൂളുകൾ, പാർട്ടി ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ പ്രകാരം ദേശീയപാത നിർമ്മാണത്തിന്റെ മഹത്വമായിരിക്കും അവർക്ക് പറയാനുണ്ടാകുക. എന്നാൽ ഇന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയല്ല, പനവേൽ മുതൽ, ബോംബെയിലെ പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ്, തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണെന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട്. കൊട്ടിഘോഷിച്ച, ഇല്ലാ കഥകൾ പാടുന്ന ഒരു സർക്കാരാണ്
നവകേരളത്തിനായി നമുക്ക് ഒരുമിക്കാമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കടന്നു വരുന്നത്. 10 വർഷക്കാലം കേരളം ഭരിച്ച, കേരളത്തിന്റെ വികസനത്തിൽ നിന്ന് പിന്നോട്ടടിച്ച, കേരളം ഇത്രത്തോളം വികസന മുരടിപ്പുണ്ടായ ഒരു കാലം ഉണ്ടായിട്ടില്ല. ആ കാലത്തിന് ഒരു മാറ്റം വരുത്താനാണ് പുതിയ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, മറുഭാഗത്താണ് നവകേരളത്തിന് നമുക്കൊന്നിക്കാം എന്ന ടാഗ്ലൈനുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പൊടിപാറുന്ന രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകുന്ന മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏപ്രിൽ പകുതിയോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ 3-ാം വാരത്തോടുകൂടി കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതു വലതു മുന്നണികളും കറുത്ത കുതിരകളാകാൻ NDAയും പരസ്പരം നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കനുകൂലമായി കേരളം ചിന്തിക്കുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രവചനം പോലും സാധ്യമല്ലാത്ത രൂപത്തിലാണ് കേരളത്തിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്.